സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വീഡിയോയിലേക്കാണ്. ഒരു സൊമാറ്റോ ഫുഡ് ഡെലിവറി ഏജൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 വയസ്സുള്ള കുഞ്ഞുമായി അദ്ദേഹം ഇങ്ങനെ ആ കുഞ്ഞിനെയും കരുതിക്കൊണ്ടാണ് ഫുഡ് ഡെലിവറിക്കായി അദ്ദേഹം പോകുന്നത്. കാണാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അർജുൻ നമ്മളോട് കാര്യം പറയും. അർജുൻ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് ഇതുപോലെ ഒരു ഡെലിവറി ഏജൻറ്റിനെ പിറന്നാൾ ദിനത്തിൽ ആശംസകളുമായി ഉപഭോക്താക്കൾ അത്ഭുതപ്പെടുത്തുന്നത്, സന്തോഷിപ്പിക്കുന്നത്. എന്തായാലും ഇത് ഒരു സിംഗിൾ ഫാദർ എന്ന നിലയിലെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തോടുള്ള ഒരു പോരാട്ടമാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥ, എങ്ങനെയാണ് ആളുകൾ ഈ അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത്? ദിവിഷേട്ട, കഠിനാധ്വാനമാണ് ഈ സോനു എന്നുള്ള ചെറുപ്പക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൊമാറ്റോയിലെ ഡെലിവറി ബോയ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആകെയുള്ള ഉപജീവന മാർഗം തന്നെയാണ്. 2 വയസ്സുള്ള കുട്ടിയെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ജോലി സ്ഥലങ്ങളിലെല്ലാം ഈ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം പോകുന്നത്. ഈ ഒരു പർട്ടിക്കുലർ സംഭവം ഇവിടെ തൊട്ടടുത്ത് ഖാൻ മാർക്കറ്റ് എന്ന് പറയുന്ന ആ മാർക്കറ്റിലെ സ്റ്റാർബക്സ് ഹോട്ടലിലാണ് ഈ ഉണ്ടാവുന്നത്. അവിടെ ഡെലിവറി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ആ സ്റ്റാർബക്സിൻ്റെ മാനേജർ അദ്ദേഹം മൊബൈലിൽ പകർത്തുകയും പിന്നീട് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തതാണ് വലിയ രീതിയിൽ വൈറലാവുന്നത്. അത് പിന്നീട് സൊമാറ്റോ തന്നെ ഷെയർ ചെയ്ത് ഈ സോനുവിന് വലിയ രീതിയിൽ അഭിനന്ദനങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നതാണ്. പിന്നീട് ആളുകളിലേക്ക്, കൂടുതൽ ഈ സൊമാറ്റോൻ്റെ തന്നെ ഉപഭോക്താക്കളിലേക്ക് ഈ ഒരു പോസ്റ്റ് എത്താനും അത് വലിയ രീതിയിൽ വൈറലാവാൻ തന്നെ എല്ലാം കാരണമായത്. അദ്ദേഹം ഒരു സിംഗിൾ ഫാദറാണ്. അതുകൊണ്ടാണ് എല്ലാ ഡെലിവറിയിലേക്കും പോകുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ 2 വയസ്സുള്ള കുട്ടിയും കൊണ്ട് പോകുന്നത്. ആ സ്റ്റാർബക്സിൽ എത്തിയ സമയത്ത് ഈ കഠിനാധ്വാനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കഷ്ടപ്പാടും എല്ലാം കണ്ട് അവർക്കും മനസ്സിലുണ്ടായി. മാത്രമല്ല ഒരു ചെറിയൊരു ഐസ്ക്രീം ഒക്കെ കൊടുത്തിട്ടാണ് കുട്ടിയെയും ആ ഡെലിവറി ബോയും ആ സോനുവിനെയും എല്ലാം തന്നെ അവിടെ നിന്ന് മടക്കി അയച്ചതും. ഇത് ഒരു സോനുവിൻ്റെ മാത്രം അവസ്ഥയല്ല. ഇപ്പോൾ ഇതുപോലത്തെ പല മെട്രോ സിറ്റിയിലും ഒരുപാട് ആളുകൾ ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. കുട്ടികളെല്ലാം തന്നെ എടുത്തുകൊണ്ട് കുറച്ചു കാലം മുൻപ് ഇതുപോലെ തന്നെ 2 കുട്ടികളെ എടുത്തുകൊണ്ട് മറ്റൊരു ഡെലിവറി ബോയ് ഈ ഡെലിവറി നടത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ വൈറലായിരുന്നു. എന്തായാലും ഇതിലൊരു മറുഭാഗം കൂടിയുണ്ട്. അതായത് സൊമാറ്റോ ഇങ്ങനെ അഭിനന്ദനങ്ങൾ നൽകുന്നു എന്നതിലുപരി CSR ഫണ്ടെല്ലാം തന്നെ ഉപയോഗിച്ച് ഈ കഷ്ടപ്പെടുന്ന എംപ്ലോയീസിൻ്റെ പെൺമക്കൾക്ക് കൃത്യമായിട്ട് വിദ്യാഭ്യാസം നൽകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതുകൂടി നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി ഇങ്ങനെ ശരിയാണ്. അങ്ങനെയുള്ള ഒരു കരുതൽ കൂടി അല്ലേ, അങ്ങനെയുള്ള ഒരു കരുതൽ കൂടി നമ്മൾ സോഷ്യൽ മീഡിയയിലെ കൈയടി മാത്രമല്ല, അല്ലാതെ ജീവിതത്തിൽ അവർക്ക് ഉപയോഗപ്രദമായ എന്തെങ്കിലും ഒരു നടപടികളും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായാൽ വളരെ സന്തോഷമാണ്.